റഷ്യ ഉക്രൈൻ സംഘർഷം കൂടുതൽ തീവ്രമായ രീതിയിലേക്ക് കടന്നിരിക്കുകയാണ്. പടിഞ്ഞാറൻ റഷ്യയിൽ പ്രവേശിച്ച ഉക്രൈൻ സൈന്യത്തിന്റെ നടപടിയിൽ ആക്രമണം ശക്തമാക്കിയ റഷ്യ കീവും കാക്കേവും ലക്ഷ്യമാക്കിയാണ് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത്. റഷ്യയുടെ സായുധ വിമാനങ്ങൾ ഉക്രൈൻ നഗരങ്ങൾ ചുട്ടുചാമ്പലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടെ അമേരിക്കയുടെ ഏറ്റവും അത്യാധുനിക യുദ്ധവിമാനമായ F-16 ഉക്രൈനിൽ തകർന്നു വീഴുകയും ചെയ്തു. അമേരിക്ക ഉക്രൈന് F-16 നൽകിയിട്ടില്ലെങ്കിലും നാറ്റോക്ക് നൽകിയ യുദ്ധവിമാനങ്ങളിൽ 6 ഇപ്പോൾ ഉക്രൈനിൽ റഷ്യക്കെതിരെ പോർമുനയിൽ നിൽക്കുന്നത്. ഇതിലൊന്നാണ് തകർന്നു വീണത്. എന്നാൽ സംഭവം ആദ്യം നിഷേധിച്ച ഉക്രൈൻ നേരത്തെ തകരാറിലായ വിമാനമാണ് തകർന്നത് എന്നായിരുന്നു ആദ്യം പറഞ്ഞത്. എന്നാൽ ഉക്രൈൻ സൈന്യത്തിന്റെ തന്നെ മറ്റൊരു യുദ്ധവിമാനത്തിൽ നിന്നുള്ള ആക്രമണം ഏറ്റാണ് വിമാനം തകർന്നതെന്നും അതുമല്ല ബാറ്ററി തകരാറാണ് തകർച്ചയ്ക്ക് കാരണമെന്നുമൊക്കെ പറയുമ്പോഴും റഷ്യൻ ആക്രമണത്തിലാണ് വിമാനം തകർന്നത് എന്നും പുറത്തുവരുന്ന റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നുണ്ട്. പേര് വെളിപ്പെടുത്തിയിട്ടില്ലാത്തൊരു റഷ്യൻ മിസൈലിന്റെ ആക്രമണം ഏറ്റാണ് ആ വിമാനം തകർന്നത് എന്നും ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നു. 6 F-16 യുദ്ധവിമാനങ്ങളാണ് പാശ്ചാത്യ രാജ്യങ്ങളും നാറ്റോയും ചേർന്ന് ഉക്രൈനോടൊപ്പം സഹകരിക്കുവാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇതിലൊന്നാണ് റഷ്യ ലക്ഷ്യമാക്കി പറക്കവേ മിസൈൽ ആക്രമണത്തിൽ തകർക്കപ്പെട്ടതെന്നും ഉക്രൈൻ്റെ ഏറ്റവും മികച്ച പൈലറ്റ് എന്നറിയപ്പെടുന്ന അലക്സി മോൺഫിഷ്മെസ് കൊല്ലപ്പെടുന്നതും. ഈ ആക്രമണത്തോടെ ഉക്രൈൻ തങ്ങളുടെ വ്യോമസേനാ മേധാവിയെ കാരണം പോലും ചോദിക്കാതെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. വ്ളാഡിമിർ സെലൻസ്കിയുടെ ഭരണകക്ഷിയായ സെർവന്റ് ഓഫ് പീപ്പിൾസ് പാർട്ടിയിൽ നിന്നുള്ള നിയമനിർമ്മാതാവുമായി പരസ്യമായി ഏറ്റുമുട്ടിയതിനെ തുടർന്നാണ് ജനറൽ നിക്കോളായ് ലെയ്ഷ്ചുക്കിനെ ഉക്രൈനിയൻ വ്യോമസേനയുടെ തലസ്ഥാനത്ത് നിന്നും വ്ളാഡിമിർ സെലൻസ്കി പുറത്താക്കി ഉത്തരവിടുന്നത്. അതേസമയം തന്നെ ഉക്രൈൻ സൈന്യത്തിലെ വിഭാഗീയ പ്രവർത്തനങ്ങളും പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസവുമാണ് സ്ഥാനചലനത്തിന് കാരണം എന്നും സൈനികർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് അമേരിക്കൻ വിമാനം തകർന്നതിന് പിന്നിൽ എന്നുമുള്ള റിപ്പോർട്ടുകളും പുറത്തുവരികയാണ്. അതേസമയം ഇക്കഴിഞ്ഞയാഴ്ച അമേരിക്ക ഉൾപ്പെടെ നൽകിയ യുദ്ധ ഉപകരണങ്ങൾ സംഭരിച്ചു വെച്ചിരുന്ന ഉക്രൈനിലെ ആയുധശാല റഷ്യൻ വ്യോമസേന വിവിധ ആക്രമണങ്ങളിലൂടെ തകർത്തത് ഉക്രൈന് വലിയ തിരിച്ചടിയായിട്ടുണ്ട്. ഉക്രൈനെ റഷ്യ ആക്രമിക്കാൻ തുടങ്ങിയ ശേഷം റഷ്യ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ചത്. ഒരേ ദിവസം 200 മിസൈലുകളും ഡ്രോണുകളും അയച്ചു റഷ്യ. റഷ്യയുടെ ആക്രമണം ചെറുക്കാൻ പാശ്ചാത്യ സഖ്യരാജ്യങ്ങൾ 80ലധികം യുദ്ധവിമാനങ്ങളാണ് ഉക്രൈൻ ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത്. ഇതിൽ 1 ഡസനിലധികം യുദ്ധവിമാനങ്ങൾ ഉക്രൈന് കൈമാറിയിട്ടുമുണ്ട്. നിലവിൽ F-16 യുദ്ധവിമാനങ്ങൾ നിയന്ത്രിക്കാൻ പരിശീലനം ലഭിച്ച അമേരിക്കൻ പൈലറ്റുമാരെ ഉക്രൈനിലേക്ക് അയക്കുവാനുള്ള നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പകരമായി മോസ്കോ നഗരത്തിനടുത്തുള്ള എണ്ണ ശുചീകരണശാലയിൽ ഉക്രൈൻ സൈന്യം ബോംബ് വർഷിക്കുന്നതിൻ്റെയും ആ നിലയത്തിൽ തീ പടരുന്നതിൻ്റെയും ദൃശ്യങ്ങൾ ഉക്രൈനും പങ്കുവച്ചിട്ടുണ്ട്. റഷ്യയുടെ 80 ഡ്രോണുകളിൽ 61 തകർത്തതായി ഉക്രൈൻ പറയുന്നു. എന്നാൽ റഷ്യൻ സൈന്യം തകർത്ത ഉക്രൈൻ നഗരങ്ങളുടെ ചിത്രങ്ങൾ റഷ്യൻ മാധ്യമങ്ങൾ പുറത്തുവിട്ടതോടെ ഉക്രൈന്റെ ഈ വാദങ്ങൾ തെറ്റാണെന്ന് വ്യക്തമാവുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ ആയുധങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ഉക്രൈൻ ഇപ്പോൾ സാങ്കേതിക വിദഗ്ധരെ കൂടി വേണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം റഷ്യ ആക്രമണം കടുപ്പിച്ച സാഹചര്യത്തിൽ ആയിരങ്ങൾ കൊല്ലപ്പെടുകയും നഗരങ്ങളും വ്യവസായശാലകളും പാലങ്ങളും ആക്രമിക്കപ്പെടുകയും തകർക്കപ്പെടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അക്രമം അവസാനിപ്പിക്കാൻ ചർച്ച വേണമെന്ന നേരത്തെയുള്ള ഉക്രൈന്റെ ആവശ്യം ഇപ്പോൾ ഉക്രൈൻ വീണ്ടും ശക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഉക്രൈനോട് റഷ്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുക മാത്രമാണ് അമേരിക്ക ചെയ്യുന്നത്. റഷ്യയാവട്ടെ ചർച്ചയില്ല, യുദ്ധം തുടരാം എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതും. അതേസമയം തന്നെ ഈ ആക്രമണത്തെ റഷ്യ ഒരു യുദ്ധമായി പ്രഖ്യാപിച്ചിട്ടും ഇല്ല. Waytonikah.com, the exclusive Muslim matrimonial site.